ഇത് അമേരിക്കയിലെ ഡാലസ് ആണോ അതോ പാകിസ്ഥാനാണോ? കേൾക്കുമ്പോൾ ഇതൊരു തമാശയായി തോന്നാം. എന്നാൽ ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല, അമേരിക്കയിലെ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു എം ആണ്. സ്വന്തം നാട്ടിലെ ഷോപ്പിംഗ് മാളുകളിൽ പോകുമ്പോൾ താൻ പാകിസ്ഥാനിലാണോ എന്ന് സംശയിച്ചു പോകുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇപ്പോൾ വലിയൊരു വംശീയ വിവാദത്തിന് തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ്. ടെക്സസിലെ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗമായ ബ്രാൻഡൻ ഗിൽ ആണ് ഈ വിവാദ നായകൻ. റിയൽ അമേരിക്കാസ് വോയിസ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഒരു ആരോപണം, ഈ കടുത്ത ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ മണ്ഡലമായ ടെക്സസിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. തലമുറകളായി അവർ ജീവിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് പള്ളികൾ ഉയരുന്നു. ഷോപ്പിംഗ് മാളുകളിൽ പോയാൽ ഡാലസിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇസ്ലാമിക കുടിയേറ്റം അമേരിക്കയെ നശിപ്പിക്കുകയാണ്. പോരെ, ഇത്രയും പറഞ്ഞപ്പോൾ അവിടെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഈ വീഡിയോ അദ്ദേഹം പിന്നീട് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക ചെയ്തു. ഡാലസിലെ ജനസംഖ്യാ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ അമേരിക്കൻ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് ഗില്ലിന്റെ ആശങ്ക. സ്വാഭാവികമായും ഗില്ലിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അമേരിക്കൻ പൗരന്മാരായ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാനും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും മാത്രമേ ഇത്തരം പ്രസ്താവനകൾ ഉപകരിക്കൂ എന്നൊക്കെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല. രസകരമായ മറ്റൊരു കാര്യം, ബ്രാൻഡൻ ഗില്ലിന്റെ ഭാര്യ ഡാനിയൽ ഡിസൂസ ഗിൽ ഒരു ഇന്ത്യൻ വംശജയാണ് എന്നതാണ്. പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ കമന്റേറ്ററായിട്ടുള്ള ദിനേശ് ഡിസൂസയുടെ മകളാണ് ഇവർ. സ്വന്തം ഭാര്യയുടെ വേരുകൾ മറന്നുകൊണ്ട് കുടിയേറ്റക്കാർക്കെതിരെ സംസാരിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്. ബ്രാൻഡൻ ഗിൽ ഇത്തരമൊരു വിവാദത്തിൽ പെടുന്നത് ഇതാദ്യമായിട്ടല്ല. നമ്മുടെ ഇന്ത്യൻ പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകുന്ന മറ്റൊരു ഉദാഹരണമുണ്ട്. ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയും ഇന്ത്യൻ വംശജനുമായിട്ടുള്ള സൊഹ്റാൻ മംദാനി കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഗിൽ നടത്തിയ അധിക്ഷേപം വലിയ വാർത്തയായിരുന്നു. അമേരിക്കയിലെ സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയല്ല ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾക്ക് ഈ സംസ്കാരവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് തിരികെ മടങ്ങിപ്പോകാം എന്നായിരുന്നു അന്ന് അദ്ദേഹം കുറിച്ചത്. ഒരു ഏകാധിപതി സംസാരിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ പല ട്വീറ്റുകളും. എന്തായാലും കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന സാമാന്യം ബോധം പോലും ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നായിരുന്നു അന്ന് ഇദ്ദേഹത്തിനെതിരെ വന്ന വിമർശനങ്ങൾ. അന്ന് ഗില്ലിനെ ന്യായീകരിച്ച ഭാര്യ ഡാനിയൽ പറഞ്ഞത്, ഞാൻ എപ്പോഴും ഫോർക്ക് ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, അതാണ് അമേരിക്കൻ രീതി എന്നായിരുന്നു. ക്രിസ്തീയ വിശ്വാസപ്രകാരം വളർന്നത് കൊണ്ടാണ് താൻ ഫോർക്ക് ഉപയോഗിക്കുന്നതെന്ന വിചിത്രവാദവും അന്ന് അവർ ഉയർത്തിയിരുന്നു. ചുരുക്കത്തിൽ അതിർത്തി സുരക്ഷയുടെയും ദേശീയതയുടെയും പേരിൽ അമേരിക്കയിൽ വളർന്നു വരുന്ന തീവ്ര വലതുപക്ഷ നിലപാടുകളുടെ ഏറ്റവും പുതിയ ഒരു മുഖമാണ് ബ്രാൻഡൻ ഗില്ലിലൂടെ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ എന്ന പേര് എടുത്തു പറഞ്ഞുള്ള ഈ അധിക്ഷേപം വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കുടിയേറ്റക്കാർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.